ഹലോ മക്കളെ, നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ് ആസ്വാദനക്കുറിപ്പ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് മിസ്സ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ശീർഷകം എന്ന് പറയുന്നത്. അതിന് ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ മഞ്ഞുതുള്ളി എന്ന് പറയുന്ന കവിതയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതണം എന്താണ്, മഞ്ഞുതുള്ളി എന്ന് പറഞ്ഞിട്ട് ആ കവിതേൻ്റെ പേര് എഴുതിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ആസ്വാദനക്കുറിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആമുഖം, ആരാണ് എഴുതിയത്, അതിനെക്കുറിച്ച് അതെന്തിനെ കുറിച്ചിട്ടാണ് ആ കവിത ഉള്ളത് ചുരുക്കിയിട്ടൊന്ന് ആമുഖമായിട്ട് എഴുതുക. ഓക്കെ, അടുത്തത് ഖണ്ഡിക തിരിച്ചെഴുതുക. ഇത് ഓരോരോ പാരഗ്രാഫായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. പിന്നെ ആശയ വിശദീകരണം, ഇതെന്താണെന്നുള്ളത് നന്നായിട്ട് തന്നെ ആശയം വിശദീകരിച്ച് എഴുതാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് തന്നെ കിട്ടുന്നതാണ്. അപ്പം ആരും മറക്കണ്ട, നല്ല അടിപൊളിയാണ്. ഇത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും തന്നെ നാളത്തെ എക്സാമിന് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മളുടെ ആസ്വാദനക്കുറിപ്പ്. അപ്പോൾ താങ്ക്